ഞാൻ ഇഷ്ടപ്പെട്ട കാര്യം വിജയ്ക്ക് നേരത്തെ ഇഷ്ടമായി. ഞാൻ ഇഷ്ടപ്പെട്ടൊരു കാര്യമില്ല. കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. അർച്ചന കമ്മിയുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അർച്ചന ശക്തമായ തിരിച്ചറിവാണ്. പിന്നെ ടോവിനെ തകർത്തിട്ട് ടോവിയുടെ കരിയറിലെ ബെസ്റ്റ് മൂവി ആയിരിക്കും. വയലൻസ് ആവശ്യത്തിനേ ഉള്ളൂ, ഫാമിലിക്ക് കാണാം. ആക്ഷൻ ത്രില്ലറാണ്, ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. വളരെ ഇൻ്റലിജൻ്റ് മൂവിയാണ്. എഡിറ്റിംഗ് നല്ലതാണ്. പിന്നെ സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ എല്ലാം ഉയർന്നാണ്. നല്ലൊരു എൻ്റർടൈനറാണ്. മേജർ വി ആയാലും സമയത്തിലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. പടം മാർക്കോട്ട് ലെവലിലേക്ക് വരും. നല്ലൊരു എൻ്റർടൈനറാണ്. ടോവിനോ രാജാവിന് മുന്നിൽ ലാലേട്ട സൂപ്പർ സ്റ്റാർ പോലെ ഇതിലൂടെ ടോവിനോ സൂപ്പർ സ്റ്റാർ ആവാൻ സാധ്യതയുണ്ട്. നല്ല എൻ്റർടൈനർ, നല്ല മാർക്കോട്ട് ഈ വർഷത്തെ ഫസ്റ്റ് ഹിറ്റായി. നല്ല പടമാണ്. നല്ലൊരു ഹോളിവുഡ് മേക്കിങ്ങിലാണ് പടം എടുത്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് കൃഷിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ഒരു നല്ലൊരു സസ്പെൻസ് ത്രില്ലറാണ്. അടിപൊളിയായിട്ടുണ്ട്. ത്രില്ലിംഗ് ആണ്, അടിപൊളിയാണ്. നന്നായിട്ട് നല്ല സസ്പെൻസ് ഉണ്ട്. നമുക്കിങ്ങനെ എന്താണ് അടുത്ത് സംഭവിക്കാന്നുള്ളത് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അടിപൊളിയാണ്. ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റാണോ? ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു. ശരിക്കും അടിപൊളിയായിരുന്നു. പ്ലെയിനിലൊക്കെ ഉള്ള അടിപൊളിയായിട്ട് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തൃശ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ അഭിനയിച്ചു. വിനയനെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഫൈറ്റ് അടിപൊളിയായിരുന്നു. എല്ലാ ഫൈറ്റും നിലത്തുള്ളതും എയറിലുള്ളതും എല്ലാം നല്ല ഫൈറ്റായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. കണ്ടന്റ് അറിയണം. നല്ല പടമാണ്. ആവാം, പ്രതീക്ഷയുണ്ട്, ഉറപ്പുണ്ട്. താങ്ക് യു. പെർഫോമൻസ് സൂപ്പറായിട്ട്, നല്ല സ്റ്റൈലിഷ് ആയിട്ട്, ഡയറക്ഷൻ ടീം നല്ല ഓക്കെ. ഇപ്പോൾ ഉള്ള നിലവിലുള്ള പടത്തിലെല്ലാം നല്ല അഭിപ്രായമാണ് ഈ പടം. അടിപൊളിയാണ്. പെർഫോമൻസ് അടിപൊളിയായിരുന്നു. മേക്കിംഗ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. കുഴപ്പമില്ല, നോർമൽ റോളാണ്. നന്നായിട്ടുണ്ട്. ഒരു മിനിറ്റ് പൊളിച്ചടിക്ക് പെരപ്പുറത്ത് കയറ്റി പടം. ഫസ്റ്റ് പടം തന്നെ ഈ വർഷത്തെ ഫസ്റ്റ് പടം തുടക്കം. ടോവിനോട് പടം തുടക്കം വന്നിരിക്കുന്നത് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ടോവിനോ വില്ലനൊക്കെ അടിപൊളിയാണ്. എൻ്റെ സ്പോയിലർ ആവുന്ന പുള്ളിയുടെ ക്യാരക്ടർ പറഞ്ഞില്ല. ഈ കാണുന്നതാണ് ക്യാരക്ടർ അല്ല, പുള്ളി വേറൊരു ടൈപ്പാണ്. അത് നല്ലൊരു ഓഫീസറാണ്. അത് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ ഫൈറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ പൊളിയായിട്ട് നമ്മൾ ആ ക്യാരക്ടർ പിടിച്ച് വന്നിട്ട് കേട്ടോ. ആ ക്യാരക്ടർ പിടിച്ച് ആ സ്റ്റൈലിലേക്ക് വന്നിരിക്കുന്നത്. പടം പൊളിച്ചിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. ഒന്നും നോക്കേണ്ട സംശയമുണ്ട്. ഈ വർഷം തുടക്കം ടോവൻ ഇട്ടിട്ടുണ്ട്. അത് ഗംഭീരമായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അടുത്ത പടങ്ങളൊക്കെ ഇറങ്ങി മാലി പിടിച്ച് വരട്ടെന്നാണ് നമ്മുടെ പ്രാർത്ഥന. തൃശ്ശൊക്കെ അടിലോട്ട് ചെയ്തിട്ടുണ്ട്. തൃശ്ശയ്ക്ക് കൊടുത്ത റോൾ അടിലോട്ട് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടോവനയുടെ റോൾ നല്ലൊരു ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ ഫൈറ്റ് ഉണ്ട്. ട്രെയിനൊക്കെ കിടന്ന് അതൊരു കിട്ടില്ല ഫൈറ്റ്. അതൊന്നും പറയാൻ ഇരിക്കാൻ പറ്റത്തില്ല. അതൊരു മാർഷൽ ആർട്സ് പോലത്തെ ഒരു ഫൈറ്റാണ്. അത് പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്. പടം പിടികൊള്ളുക. നല്ല ത്രില്ലിംഗ് ആണ് പടം. തുടക്കം അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് മാർക്കോട്ട് പിടിച്ചു. മാർക്കോ ഫൈറ്റോട് നമ്മളെ ഇവിടുന്ന് വൈറലായി കേട്ടോ. മാർക്കോടെ ഫൈറ്റായിട്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. കാര്യം മാർക്കോ മൊത്തം മാസ് മസാല പടമാണ്. കിട്ടില്ല ഫൈറ്റാണ്. ഇതിനകത്ത് ഒരു ഫൈറ്റേ ഉള്ളൂ. അതിനകത്ത് ഒത്തിരി ഫൈറ്റ് ഉണ്ട്. പിന്നെ അത് മാസ് പടമാണ്. ഇത് ഇൻവെസ്റ്റിഗേഷൻ പടമാണ്. രണ്ട് ജോണാണ്. പക്ഷേ തുടക്കം അടിപൊളി ഗംഭീരമാക്കിയിട്ടുണ്ട്. മാർക്കോട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. മാർക്കോ വേറെ ലെവലാണ്. ഭയങ്കര മാസ് തന്നെയാണ്. കിടിലം പടമാണ്. തുടക്കം അടിപൊളി. ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റാണോ? ഈ വർഷത്തെ ആദ്യത്തെ പടമാണ്. ഡെഫിനറ്റ്ലി ആദ്യത്തെ ഹിറ്റായിരിക്കും. ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റാണോ പടം? തീർച്ചയായിട്ടും സൂപ്പർ ഹിറ്റ് ആയിരിക്കും. എല്ലാവരും അടിപൊളിയല്ലേ? ഒരാളെ പോലും മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാവരും അടിപൊളിയാണ്. പടത്തിലെ ഏറ്റവും കൂടുതൽ അടിപൊളിയായിരുന്നു അതിന്റെ ഫൈറ്റ്, കൊറിയോഗ്രാഫി, അതിന്റെ ഡയറക്ഷൻ എല്ലാം മേക്കിങ്ങും ആർട്ടും എല്ലാം അടിപൊളിയായിരുന്നു. ഡയറക്ഷൻ, അതിൻ്റെ സസ്പെൻസുകൾ, ഫൈറ്റ് എല്ലാം ഒന്നും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം അടിപൊളി. മസ്റ്റ് വാച്ച് മൂവിയാണ്. പുള്ളിയോടല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ, എന്നോടല്ലല്ലോ. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് ഐഡന്റിറ്റി കണ്ടിട്ട് അഭിപ്രായം അറിയിക്കും. ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റാണോ? എന്തോ ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റാണോ? അതിപ്പോ ഇപ്പൊ ഇറങ്ങിയല്ലേ ഉള്ളൂ. ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. അതൊന്നും പറയാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് രണ്ടുപേരുടെയും കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു വർക്ക് ചെയ്ത സമയത്ത്.
മാമിൻ്റെ കൂടെ അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. സിനിമ തിയേറ്ററിൽ വന്ന് കാണാനുള്ള പ്രേക്ഷകരോടൊക്കെ എന്താ പറയാനുള്ളത്? എല്ലാവരും ഐഡന്റിറ്റി തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് ഹിറ്റാണോ? നല്ല സിനിമയാണ്. നല്ല സിനിമയാണ്. ഇല്ല, ഞാൻ കൂടുതൽ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല സിനിമയാണ്. എടുത്താൽ മതി. ദൃശ്യമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ചേച്ചി ഈ വർഷത്തെ ഹിറ്റോട് അത് നിങ്ങൾ പറയണം. ഈ വർഷത്തെ ഞാൻ എങ്ങനെയാ പറയാ, എനിക്ക് പറയാനായില്ല. എന്റെ ഈ വർഷത്തെ ഹിറ്റ് പടമായിരിക്കും. എന്നാലും 2025 നല്ല തുറന്നു കിട്ടിയില്ല. താങ്ക് യു. ഇനി എന്താ പറയാ, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യോ? ഞങ്ങളുടെ വീഡിയോ ആദ്യം എടുത്തില്ലേ? ഞാൻ അപ്ലോഡ് എവിടെ ചെയ്യണം? ഇല്ല അല്ല, നിങ്ങളല്ലേ അപ്ലോഡ് ചെയ്യണേ? വേണ്ട, ആദ്യം ഞങ്ങളുടെ വീഡിയോ എടുത്തില്ലായിരുന്നോ? ചേട്ടനോട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല, he's a very nice guy to work with. ഭയങ്കര പാവമാണ്, അടിപൊളിയായിരുന്നു. ഞാൻ പോട്ടെ. നോക്കുകയാണെങ്കിൽ ഒരു പൈസ വസൂൽ എന്ന് പറയുന്ന ഒരു ത്രില്ലർ മൂവി വിത്ത് സ്റ്റൈലിഷ് മേക്കിംഗ്. എന്തായാലും ടോവിനോട് എക്സിറ്റ് ആവട്ടെ ആയിരിക്കും. തൃഷ വരേണ്ട, തൃഷയ്ക്ക് ആ ക്യാരക്ടർ അത്ര ലൈക്ക് തൃഷ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. ആ ഒരു നെഗറ്റീവ് തോന്നി. ബാക്കി ഓർമ്മ നോക്കുകയാണെങ്കിൽ എന്ത് പൈസ വസൂൽ. പടം എങ്ങനെയുണ്ടായിരുന്നു? പടം നൈസായിരുന്നു. എന്താ പറയുക, ഒരു സീറ്റഡ് ത്രില്ലർ വിത്ത് സ്റ്റൈലിഷ് മേക്കിംഗ്. ടോവിനോ ഹാസിനാണ് ഗുഡ് ജോബ്. അത്യാവശ്യം ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. ഇൻ്റർവെൽ വരെ ഭയങ്കര ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കുറച്ച് ഓവർ കൺഫ്യൂസിങ് ആക്കുന്ന പോലെ തോന്നി. ബട്ട് ക്ലൈമാക്സ് നൈസായിരുന്നു. ഒരു 20 മിനിറ്റ്സിൽ ഒരു ഫ്ലൈറ്റിലെ ആക്ഷൻ സീക്വൻസ് ഒക്കെ മലയാള സിനിമയിൽ പൊതുവെ കണ്ടുവരാത്തത് നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൺവിൻസിങ് ആയിരുന്നു. CG ആണെങ്കിലും പിന്നെ JXPയുടെ മ്യൂസിക്, സൗണ്ട് മിക്സിങ് അടിപൊളിയായിരുന്നു. ഒരു സീനെല്ലാം വെയിറ്റ് ചെയ്യാൻ 60% സ്ക്രീനിൽ കഴിയുമെങ്കിൽ ബാക്കി ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ BG കൊണ്ട് 90% ബാക്കിയായിരുന്നു. അത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. സിനിമാറ്റോഗ്രഫി നൈസായിരുന്നു. ഓവറോൾ മേക്കിംഗ് വൈസ് കാണാൻ പറ്റിയ മൂവിയാണ്. ഒരു പക്ക ത്രില്ലർ മൂവി വിത്ത് സ്റ്റൈലിഷ് മേക്കിംഗ്. ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും നെക്സ്റ്റ് ആവട്ടെ.